ഭാര്യയോട് ഒരുപാട് സ്നേഹമുണ്ട്. പക്ഷേ സെക്സിൽ താല്പര്യമില്ലാത്ത ചില ഭർത്താക്കന്മാർ. അതിൻ്റെ പിന്നിലെ സത്യങ്ങൾ എന്താണ്? ഓരോ ഭാര്യയും ഭർത്താവും കേൾക്കേണ്ട വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് വീടുകളിൽ നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിനെക്കുറിച്ച് ആരും തുറന്നു സംസാരിക്കാറില്ല. ഒരു ഭാര്യ ഭർത്താവിനെ ജീവനേക്കാൾ സ്നേഹിക്കുന്നു. അയാൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നു. കുടുംബം നോക്കുന്നു, മക്കളെ നോക്കുന്നു, വീട് നോക്കുന്നു. പക്ഷേ രാത്രി വരുമ്പോൾ ഭർത്താവ് അവളിൽ നിന്നും അകന്നു മാറുന്നു. ഒരു ദിവസം, 2 ദിവസം, ഒരു മാസം, ചിലപ്പോൾ വർഷങ്ങൾ. അപ്പോൾ ആ സ്ത്രീയുടെ മനസ്സിൽ ഓരോ ദിവസവും ഒരേ ചോദ്യങ്ങളാണ്. എന്നെ ഇനി സ്നേഹിക്കുന്നില്ലേ? ഞാൻ ഇനി സുന്ദരിയല്ലേ? എന്നിൽ എന്തെങ്കിലും കുറവുണ്ടോ? അല്ലെങ്കിൽ മറ്റാരെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ ഒരുപാട് സ്ത്രീകൾ ഉള്ളിൽ കരയുന്നുണ്ട്. ഇന്ന് ആ ഭാര്യമാരെക്കുറിച്ചും ചില ഭർത്താക്കന്മാർ എന്തുകൊണ്ട് ഇങ്ങനെ മാറുന്നു എന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോ അവസാനം വരെ കാണൂ. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഒരു മാറ്റത്തിന് ഇത് കാരണമായേക്കാം. ആദ്യം ഒരു കാര്യം പറയാം. ഒരു പുരുഷന് സെക്സിൽ താല്പര്യമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾ ഭാര്യയെ സ്നേഹിക്കുന്നില്ല എന്നല്ല, അല്ലെങ്കിൽ മറ്റൊരു ബന്ധമുണ്ട് എന്നുമല്ല. അങ്ങനെ സംഭവിക്കാം, പക്ഷേ എല്ലാ കേസിലും അതല്ല സത്യം. അതുകൊണ്ടാണ് കാരണം മനസ്സിലാക്കാതെ പരസ്പരം കുറ്റപ്പെടുത്തരുത് എന്ന് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ, മനസ്സിൻ്റെ ക്ഷീണം. ഒരു പുരുഷൻ രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്യുന്നു. വീട്ടുവാടക, ലോണ്, മക്കളുടെ പഠനം, കുടുംബച്ചെലവ്, നാളെ എന്താകും എന്ന ഭയം, ഇതെല്ലാം അയാളുടെ മനസ്സിനെ തളർത്താം. പുറമേ ചിരിക്കുന്ന ഒരാൾ ഉള്ളിൽ തകർന്നിരിക്കാം. മനസ്സ് തളരുമ്പോൾ ശരീരവും പല കാര്യങ്ങളിൽ താല്പര്യം നഷ്ടപ്പെടുത്തും. രണ്ടാമത്തെ കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ. പ്രമേഹം, തൈറോയിഡ്, ഹോർമോൺ വ്യതിയാനങ്ങൾ, അമിതവണ്ണം, ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ. ഇവയെല്ലാം ചില പുരുഷന്മാരിൽ ലൈംഗിക താല്പര്യം കുറയ്ക്കാം. ഇത് പലർക്കും അറിയില്ല. അതിനാൽ നിനക്ക് എന്നെ ഇഷ്ടമില്ല എന്ന് പറയുന്നതിന് മുമ്പ് ഒരു ആരോഗ്യ പരിശോധനയും ആവശ്യമായി വരാം. മൂന്നാമത്തെ കാരണം വിഷാദവും ഉത്കണ്ഠയും. ഇന്ന് ഒരുപാട് ആളുകൾ വിഷാദത്തോടും ഉത്കണ്ഠയോടും കൂടിയാണ് ജീവിക്കുന്നത്. പുറത്ത് ആരും അറിയില്ല, പക്ഷേ ഉള്ളിൽ വലിയ യുദ്ധമാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് എല്ലാ സമയത്തും പഴയ പോലെ അടുപ്പം കാണിക്കാൻ കഴിയണമെന്നില്ല. ഇനി ഭാര്യമാരുടെ മനസ്സ്. ഒരു സ്ത്രീക്ക് ലൈംഗിക ബന്ധം എന്നത് ശരീരത്തിൻ്റെ ആവശ്യം മാത്രമല്ല. അത് ഞാൻ അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവളാണ്, ഞാൻ ഇന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്, അദ്ദേഹം എന്നെ ആഗ്രഹിക്കുന്നു എന്നൊരു വികാരമാണ്. സ്ത്രീ പതുക്കെ ആത്മവിശ്വാസം നഷ്ടപ്പെടും. കണ്ണാടിയിൽ നോക്കി കരയും. ഞാൻ മോശമായോ? ഞാൻ പ്രായമായോ? എന്താണ് എൻ്റെ തെറ്റ് എന്ന് സ്വയം കുറ്റപ്പെടുത്താൻ തുടങ്ങും. സംസാരിക്കാത്ത പ്രശ്നം. ഇവിടെയാണ് ഏറ്റവും വലിയ അപകടം. രണ്ടുപേരും മിണ്ടുന്നില്ല. ഭാര്യ ചോദിക്കുന്നില്ല, ഭർത്താവ് പറയുന്നുമില്ല. പക്ഷേ രണ്ടുപേരും ഉള്ളിൽ കരയുന്നു. മിണ്ടാതിരിപ്പ് ചിലപ്പോൾ ഒരു ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. ഒരു ചെറിയ കഥ. ഒരു ഭാര്യ എല്ലാ ദിവസവും ഭർത്താവിനായി കാത്തിരിക്കും. അയാൾ വീട്ടിലെത്തും, ഭക്ഷണം കഴിക്കും, ഫോൺ നോക്കും, ഉറങ്ങും. മാസങ്ങളായി ഭാര്യയുടെ കൈ പോലും പിടിച്ചിട്ടില്ല. ഒരു ദിവസം അവൾ ചോദിച്ചു, എന്നെ ഇനി സ്നേഹിക്കുന്നില്ലേ? അപ്പോൾ ഭർത്താവ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കാത്തതല്ല, എനിക്ക് തന്നെ ഞാൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ജോലിയുടെ സമ്മർദ്ദം, കടങ്ങൾ, ഉറക്കമില്ല. എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് തന്നെ പോലും അറിയില്ല. ആ ദിവസം ആദ്യമായാണ് അവൾ പരസ്പരം തുറന്നു സംസാരിച്ചത്. അതിനുശേഷമാണ് അവർ സഹായം തേടിയത്. പതിയെ അവരുടെ ജീവിതം പഴയതുപോലെ തിരികെ വന്നു.
ചില ബന്ധങ്ങൾ തകരുന്നത് എങ്ങനെ? ഇവിടെ ഒരു കാര്യം വ്യക്തമായി പറയണം. ലൈംഗിക അടുപ്പം ഇല്ലാത്തതുകൊണ്ട് മാത്രം ഒരു ബന്ധം തകരുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അടുപ്പമില്ല, സംസാരമില്ല, പരിഗണനയില്ല, സ്നേഹപ്രകടനമില്ല, ഇതെല്ലാം ഒരുമിച്ച് വന്നാൽ ചില ബന്ധങ്ങൾ വലിയ അകലം ഉണ്ടാകാം. ചിലർ ആ സ്നേഹവും കരുതലും മറ്റെവിടെയെങ്കിലും തേടാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് ഈ പ്രശ്നം അവഗണിക്കാതെ തുടക്കത്തിൽ തന്നെ സംസാരിക്കേണ്ടത്. എന്ത് ചെയ്യണം ഇതിന്? ഭർത്താക്കന്മാരോട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയൂ, എനിക്ക് സഹായം വേണം, ഞാൻ മാനസികമായി തളർന്നിരിക്കുകയാണ്. ഈ ഒരു വാക്ക് പോലും നിങ്ങളുടെ ഭാര്യയെ ആശ്വസിപ്പിക്കും. ഭാര്യമാരോട് ഉടനെ സംശയിക്കരുത്. ആദ്യം സംസാരിക്കൂ, കേൾക്കൂ, മനസ്സിലാക്കൂ. പ്രശ്നം തുടരുകയാണെങ്കിൽ യോഗ്യതയുള്ള ഡോക്ടറുടെയോ കൗൺസിലറുടെയോ സഹായം തേടാൻ മടിക്കരുത്. അവസാനമായി, ഒരു ഭാര്യയ്ക്ക് വേണ്ടത് പണം മാത്രമല്ല, ഒരു ഭർത്താവിന് വേണ്ടത് ഭക്ഷണം മാത്രവുമല്ല. രണ്ടു പേർക്കും വേണ്ടത് സ്നേഹം, അടുപ്പം, പരസ്പരം മനസ്സിലാക്കൽ. അതുകൊണ്ട് ഇന്ന് വീട്ടിൽ പോയി ഒരു കാര്യം മാത്രം ചെയ്യൂ. നിങ്ങളുടെ പങ്കാളിയോട് ചോദിക്കൂ, നിനക്ക് സുഖമാണോ? ചിലപ്പോൾ ആ ഒരു ചോദ്യം അത് തന്നെ മതി. ഒരു തകർന്ന ബന്ധത്തെ വീണ്ടും ജീവിപ്പിക്കാൻ മതിയാകും. ഈ വീഡിയോ ആരെയും കുറ്റപ്പെടുത്താനല്ല, പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഹൈപ്പ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ എഴുതൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.